കർത്താവ് പിടിക്കപ്പെട്ടു, പീലാത്തോസിന് മുമ്പിൽ ചെന്നു, അവിടെ കർത്താവിനെ ശിക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വന്നു എന്ന് കണ്ടപ്പോ, അതാണ് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടിട്ട്, അപ്പം അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് യൂദയ്ക്ക് മനസ്സിലായി, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അവനെ പിടിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോയി. യൂദ ഓർത്തു രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയില്ല എന്ന് കണ്ടപ്പോഴാണ് അവൻ തകർന്ന് തരിപ്പണായിപ്പോയി. അവന് ദൈവസന്നിധിയിൽ അവൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ അവനും രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവന് എന്ത് ചെയ്തത്? അവൻ ആ പണമെടുത്ത് വലിച്ചെറിഞ്ഞ് ഇവരോട് എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾക്കത് നീ നിന്റെ കാര്യം നോക്കിയോന്നും പറഞ്ഞ് അവനെ വിടുകയും, അങ്ങനെ യൂദ തന്റെ ജീവിതം ദൈവത്തിന്റെ കൂടെ നടന്നുവെങ്കിലും നമുക്കറിയാം, യൂദയുടെ ജീവിതത്തിലെ 3.5 വർഷക്കാലം ഈ കർത്താവിനെ അറിയുകയും കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുകയും കർത്താവിനെ അത്ര വിശ്വാസത്തോടുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കിയ യൂദ തന്റെ ലാഭേച്ഛ, പണത്തോടുള്ള തന്റെ ചിന്ത കൊണ്ട് തന്നെ അത് ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീരുകയും അവനൊരു ശാപമായി തീരുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് പലയിടത്തും ഉപദേശിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ആരാണെന്നും അവന്റെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് നീങ്ങുവാൻ കർത്താവായ ദൈവം സഹായിക്കട്ടെ.